ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് വയ്യ ഗൈസ്, എനിക്ക് ബർത്ത്ഡേക്കാരും തോന്നിക്കും കിടന്ന് ഉറങ്ങും. ഇന്ന് ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ എത്തിയേട്ടാ. എനിക്ക് വയ്യ, ജലദോഷവും തൊണ്ടവേദനയും തലവേദനയും. ഇവിടെ ഒരുത്തൻ്റെ ബർത്ത്ഡേ. ഇപ്പോൾ രാവിലെ ഒരു അമ്മ പോകണ്ട അതിൻ്റെ സൗണ്ടൊക്കെ അടച്ച്. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് റെസ്റ്റ് എടുക്കാതെ അങ്ങോട്ട് വന്നതാണ്. ഫുഡ് ഞാൻ കഴിച്ചില്ല. ഇവിടെ അടുത്ത് നമുക്കൊരു ആണ്ട് 16 ഒരു വർഷം മുമ്പുള്ള സംഭവമുണ്ട് ആണ്ട്. അപ്പോൾ അച്ഛനും മോനും അവിടെ പോയി കഴിച്ച്. അപ്പോൾ ഇവൻ്റെ അപ്പാപ്പൻ ഇവന് ബർത്ത്ഡേ ആയിട്ട് എന്ത് വേണം ചോദിച്ചപ്പോൾ ഇവൻ മന്തി പറഞ്ഞോണ്ട് അച്ഛൻ വൈകുന്നേരത്തേക്കുള്ള ഫുഡൊക്കെ സ്പോൺസർ ചെയ്തു. അപ്പോൾ ആ ഫുഡ് വന്നിരിപ്പുണ്ട്. അത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ. ആരും വന്നിട്ടില്ല, അങ്ങനെ ആരും കൂടുതൽ ആൾക്കാരൊന്നുമില്ല. ചേച്ചിയൊക്കെ വരും, ഞങ്ങളും ചേട്ടനും മതി. പിന്നെ ഞാൻ 2 പായസം മിക്സ് വാങ്ങിച്ചു കേട്ടോ. ഇപ്പോൾ 2 പായസം മിക്സ് വയ്ക്കാം. ഇത് നമ്മളിവിടെ കാഴ്ച പഴമുണ്ട്. അപ്പോൾ ഈ ഫുഡൊന്ന് സെറ്റ് ചെയ്ത് ഇറക്കി വയ്ക്കട്ടെ. അപ്പോഴേക്ക് ജാനോസിൻ്റെ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അമോറ കേക്ക്സ് എന്നാണ് കുറേ നാളുകൊണ്ട് കേക്ക് വാങ്ങിക്കുന്നത്. പണ്ട് ഞാൻ മോഡേണിൽ നിന്നാണ് സ്ഥിരം വാങ്ങിക്കൊണ്ടുവന്നത്. ഇപ്പോൾ അമോറയിൽ കേക്ക് കൊള്ളാമെന്ന് വെച്ചിട്ട് ഇപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു ഡെലിവറി ചെയ്യും, വീട്ടിൽ കൊണ്ടുതരും. അപ്പോൾ അത് കേക്കും വന്നിട്ടുണ്ട്. ഒരു 2 കിലോ കേക്കാണ് എല്ലാ വർഷവും വാങ്ങിക്കുന്നത്. ഇപ്പോൾ അത്ര തന്നെ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് അമോറ കേക്ക്സിൻ്റെ. അപ്പോൾ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത് ഞാൻ ഫുഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ആരും വന്നിട്ടില്ല, നേരത്തെ തന്നെ ഫുഡൊക്കെ വന്നു. പിന്നെ അതുകൊണ്ട് ചൂടൊക്കെ പോവാതാക്കി വെച്ച് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചൂട് പോയി. ഫ്രൈഡ് ചിക്കനും നോർമൽ മന്തിയാണ് വാങ്ങിയത്. അധികമാവും എന്നൊക്കെ വെച്ച് വാങ്ങിയതാണ്. വേറെ ആരും വിളിച്ചിട്ടില്ല, കാരണം വർക്കിംഗ് ഡേ ആയതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മളിവിടെ അറിയാമല്ലോ, ഒരാൾ കൂടി കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ വന്ന് നമ്മളെല്ലാവരും കാണും. കോഴിയുടെ കിടപ്പ് കേട്ടോന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടാമത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഞാനൊന്ന് വെച്ചിട്ട് ഒന്നിലൊക്കെ ഒഴിച്ചൊക്കെ വെച്ച് കേട്ടോ. പിന്നെ സമയമാകുമ്പോൾ എടുത്താൽ മതിയല്ലോ. 2 റൈസ് പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാനൊന്ന് ചോറ് കഴിക്കാം. അപ്പോൾ ഞാൻ ചോറ് കഴിച്ച ശേഷം ഞാൻ പായസം മിക്സ് ഒന്നേ വെച്ചിട്ടുള്ളൂ, ഒരെണ്ണം എടുത്തോളൂ. അപ്പോൾ അതും പായസം മിക്സും വെച്ച് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച ശേഷം ഇവരൊക്കെ വന്നപ്പോൾ മുട്ട പപ്സൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ലിയോയ്ക്കാണെങ്കിൽ ഒന്നുമില്ല, കറങ്ങി നടക്കുന്നുണ്ട്. മണം പിടിച്ച് അങ്ങനെ അവനെന്നാൽ അതൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇത്തരം ഐറ്റംസ് ഒന്നും കൊടുത്തുകൂടെ അറിയാതെ വല്ലപ്പോഴും കൊടുക്കാം. ഇവരങ്ങനെ സ്ഥിരമൊന്നും കൊടുക്കാറില്ല. അപ്പോൾ അവനിങ്ങനെ ഇരുന്നിട്ട് പാത്രത്തിൽ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവന് ചാടി പിടിക്കുക എന്നുള്ളൊരു ക്യാരക്ടറൊന്നും ആണ്, ഹൈപ്പറാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് ഇപ്പോൾ അടുത്ത് കൊണ്ടുവച്ച് എന്ന് പറഞ്ഞാൽ മാത്രമേ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ എടുക്കട എന്നൊക്കെ പറഞ്ഞാലേ കഴിക്കുള്ളൂ. ചാടി പിടിക്കത്തില്ല കേട്ടോ. എത്രയായാലും ആദ്യമൊക്കെ അങ്ങനെയല്ല. ഇവന് ഫുഡ് കണ്ടാൽ ഭയങ്കരമായിട്ട് നമ്മൾക്ക് ഹൈപ്പറായി ചാടിയൊക്കെ വരും നമ്മൾ പുറത്തൂടെയൊക്കെ. അപ്പോൾ അത് ട്രെയിൻ ചെയ്ത് ഇപ്പോൾ ഇരുത്തി തന്നെ കൊടുക്കുന്നതന്നെ അതുകൊണ്ടാണ്. ഇരുന്നിട്ട് നമ്മൾ വയറടുത്ത് കൊണ്ടുവന്നാൽ ചാടി പിടിക്കത്തില്ല. എടുക്കൂ എന്നൊക്കെ പറഞ്ഞാലേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇടയൊക്കെ ഒരു ടെൻഡൻസി വരുന്നുണ്ട്. മുട്ട പപ്സൊക്കെ ആയതുകൊണ്ട് ഇരിക്കപ്പോന്നില്ല, വെപ്രാളം ഇങ്ങനെ ചാടി ഞാൻ വഴക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ വിഴുങ്ങി ഇറക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കുന്ന സമയത്ത് പിന്നെ ഇവന് നമുക്ക് നോക്കി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇവൻ നമ്മുടെ വീട്ടിലൊരു പ്രധാന അംഗം കൂടിയാണല്ലോ. എന്ത് ഫംഗ്ഷൻ വന്നാലും എന്തിനും ഇവനെ മുന്നിട്ട് നമ്മൾ നിർത്തും. അതാണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മുടെ കേക്ക് കട്ട് ചെയ്യണ സമയമായി. നമ്മൾ കേക്ക് പതിവ് പോലെ അമ്മാമ ഈ വർഷവും കയറി വരാൻ പറ്റത്തില്ല, വയസ്സായതല്ലേ, കാലൊക്കെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ അവിടെ കൊണ്ടുപോയി കട്ട് ചെയ്ത് ഇത്തവണ നമ്മളിവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് കേക്ക് കിട്ടിയിട്ട് വരാം. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ് ചിരിച്ചിട്ട് വീഡിയോ എടുത്ത് ആയോട്ടറിയും പോവാണ് കേട്ടോ. തൊട്ടടുത്തിനല്ലോ അതിൻ്റെ അപ്പുറമേ ഉള്ളൂ. അമ്മാമ കയറി വരേണ്ട, നമ്മൾ അങ്ങോട്ട് വന്ന് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിരുന്ന് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും ഡയലോസ് കൊടുത്ത ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്യും കേട്ടോ. ആ ഡെക്കറേഷനൊക്കെ ചെയ്തേക്കുന്നതുകൊണ്ട് അവിടെ വെച്ചിട്ടൊക്കെ ഇത് കട്ട്. അപ്പോൾ കൈലാസിൻ്റെ കയ്യിൽ കേക്കായതിൻ്റെ മോഹമാണ്. പക്ഷേ കയ്യിലൊന്നും അവന് ഇഷ്ടമല്ല. അങ്ങനെ അവൻ്റെ കയ്യിൽ തന്നെ എടുത്ത് ഒരു കൈതിയായിരുന്നു അമ്മാമ്മയ്ക്കൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. അമ്മാമ്മയ്ക്ക് വെച്ച് കൊടുത്തു. അവൻ ചോദിച്ചു ബാക്കി കൈലാസം ഞാൻ എന്ത് ചെയ്യണം. അപ്പോൾ അവൻ നീ കഴിച്ചു. അവൻ്റെ കയ്യിലോട്ട് ഇതൊക്കെ ആവുന്നതിന് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അവനും കഴിച്ചു. പിന്നെ അച്ഛനും മോനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കൊടുത്തു, ഞാനൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മൾ ചെറിയ രീതിയിൽ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ, ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തി കേട്ടോ. പുറത്തുനിന്ന് ആരും ഇല്ലായിരുന്നു. ചേട്ടൻ തന്നെ വരെ ലേറ്റാവും. പിന്നെ ചേച്ചിയും ഞങ്ങളെല്ലായിടത്തും അങ്ങ് മുറിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ ശേഷം മേളിൽ പോയി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് കേട്ടോ. സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ വീഡിയോ എന്തായാലും ഇന്നലെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേക്ക് കഴിഞ്ഞതിന് എത്ര പോരല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ കൂടെ കൈലാസം ഒന്ന് ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ചേച്ചിയാണ് വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ പോയി വീഡിയോ എടുത്തിട്ട് ചേച്ചി എടുത്ത് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കൈലാസം അവൻ്റെ മാമയ്ക്ക് കേക്ക് വെച്ച് കൊടുത്ത്, മാമയ്ക്ക് തിരിച്ച് വെച്ച് കൊടുത്ത്, അപ്പയ്ക്ക് വെച്ച് കൊടുത്ത്. ഇത്ര പേരേ ഉള്ളൂ, വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശേഷം നമ്മൾ തിരിച്ച് മേളിൽ കയറി വന്നിട്ടാണ് വീണ്ടും അടുത്ത കേക്ക് വീണ്ടും കട്ട് ചെയ്യുന്നതല്ല, ആ ഡെക്കറേഷൻ്റെ കൂടെ നടന്ന ഫോട്ടോസും കേക്ക് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ജസ്റ്റ്
അവൻ്റെ അപ്പാപ്പനെ ഇരുത്തിക്കൊണ്ട് കേക്കും കട്ട് ചെയ്ത് അപ്പാപ്പനോ കൊടുത്ത് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാമെന്നുള്ള തീരുമാനത്തിലേക്കായി. അപ്പാപ്പൻ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ ഈ വർഷം സർപ്രൈസ്. ജാനൂസിന് 25,000 റുപ്പീസാണ് ധനുസിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് അവൻ്റെ പേര് ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളതാണ്. കാരണം എൻ്റെ അച്ഛൻ എന്ന നിലയ്ക്ക് പുള്ളിക്കാരൻ ഈ 34 വർഷമായിട്ട് നമ്മളെ ബർത്ത്ഡേ ഒന്നും ഇങ്ങനെ ആഘോഷിച്ചിട്ടൊക്കെ അവൾ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു മനസ്സ് തോന്നിയില്ലേ, കൊച്ചുമകൻ ഞാൻ ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ അവന് വേണ്ടി ഫിക്സ് ചെയ്യണം. മക്കൾക്ക് ചെയ്തില്ലെങ്കിൽ കൊച്ചുമക്കൾക്ക് ചെയ്തില്ലേ, അതേലും വലിയ കാര്യം കേട്ടോ. അത് 15 വർഷത്തേക്ക് ഫിക്സ് ചെയ്യണം, അത് എടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തേക്കുകയാണ്. അപ്പം അതാണ് ഈ വർഷത്തെ ധ്യാനൂസിൻ്റെ ബർത്ത്ഡേയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ലിയോയ്ക്ക് കൊടുക്കാതെ ഒരു കളിയില്ല. ഇവർ തമ്മിലുള്ള ബോണ്ടിങ് അങ്ങനെയാണ്. അങ്ങനെ അവനും ഫുഡ് കൊടുത്ത് കേക്ക് കൊടുത്ത്. അപ്പോൾ അമ്മ അവിടെ ഒളിച്ചിരുന്ന് വീഡിയോ എടുക്കും, ഒളിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒളിച്ചിരുന്ന് ഞാൻ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തോണ്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കയറി ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബെൽ ബട്ടൺ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.